ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഡ്രോവർ വിഡ്ജറ്റ് ആണ്. ഡ്രോവർ വിഡ്ജറ്റ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള, ഹൈഡ് ആയിട്ടുള്ള, നമുക്ക് കാണാൻ സാധിക്കാത്ത തരത്തിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരിക്കുന്ന ഒരു സ്ക്രീനാണ്. സോ നമ്മൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് കരുതുക. സോ നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള ചെറിയൊരു സ്ക്രീൻ ഓപ്പൺ ആയി വരും. നമ്മുടെ എല്ലാ മൊബൈൽ ആപ്ലിക്കേഷനിലും ഒരുപാട് എല്ലാ മൊബൈൽ ആപ്ലിക്കേഷനിലും നമ്മൾ കാണുന്ന ഒരു സ്ക്രീനാണിത്. സോ ഇതിനെയാണ് നമ്മൾ ഡ്രോവർ വിഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ നമ്മളിതുപോലെ റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയി വരും. സോ നമ്മൾ വീണ്ടും ലെഫ്റ്റിലോട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസപ്പിയർ ആവുന്നതായിരിക്കും, ഹൈഡ് ആവുന്നതായിരിക്കും. സോ ഈ ഒരു വിഡ്ജറ്റ് നമുക്ക് നാവിഗേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. നമുക്കിതിൽ യൂസറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, അതുപോലെ അതുമായി നാവിഗേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓപ്ഷൻസ് ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. സോ ഈ ഒരു വിഡ്ജറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സ്കഫോൾഡിനുള്ളിൽ വരിക. ഇത് സ്കഫോൾഡിനുള്ളിൽ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ ഈ വിഡ്ജറ്റ് കൊടുക്കുന്നത്. സോ നമ്മൾ താഴെ വരുന്നു, ആപ്പ് ബാറിന് താഴെ വരുന്നു. അതിനുശേഷം നമ്മൾ ഡ്രോവർ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി, ഇതിൽ നമ്മൾ ഡ്രോവർ എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് നമ്മൾ നമ്മുടെ സ്ക്രീനിൽ വന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു പുതിയൊരു സ്ക്രീൻ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ സാധാരണ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണുന്ന പോലെയുള്ള ഒരു സ്ക്രീൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് ഇതുപോലെ റൈറ്റിലോട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ആ വിൻഡോ ഇതുപോലെ ഡ്രാഗ് ചെയ്യാനും നമുക്ക് തിരിച്ച് ലെഫ്റ്റിലോട്ടായി കഴിഞ്ഞാൽ അത് ഇതുപോലെ ഡിസപ്പിയർ ആവുന്നതായിരിക്കും. നമുക്ക് ഇനി ഇതിനുള്ളിൽ ഏത് വിഡ്ജറ്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷെ നമ്മൾ നോർമലി സാധാരണ കൊടുക്കുന്നത് നമ്മൾ കാണുന്നത് നമുക്കിവിടെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും, അതുപോലെ താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, നാവിഗേഷൻ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അത്രയും കാര്യങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഡ്രോവർ വിഡ്ജറ്റിൻ്റെ ഉള്ളിൽ വരുന്നു. അതിനുള്ളിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചൈൽഡ് ആണ്. നമുക്കൊരു ചൈൽഡ് കൊടുക്കണം, ചൈൽഡ് വിഡ്ജറ്റ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏത് വിഡ്ജറ്റ് വേണമെങ്കിലും കൊടുക്കാം. സോ നമ്മളിവിടെ കൊടുക്കുന്നത് ലിസ്റ്റ് വ്യൂ ആണ്. സോ നമുക്ക് സ്ക്രോളബിൾ വിഡ്ജറ്റ് ആണ് ലിസ്റ്റ് വ്യൂ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ലിസ്റ്റ് വ്യൂവിനുള്ളിൽ നമ്മൾ ചിൽഡ്രൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ചിൽഡ്രൻ, ഇതിനുള്ളിലാണ് നമ്മൾ നമ്മുടെ വിഡ്ജറ്റ് കൊടുക്കുന്നത്. സോ ആദ്യത്തെ വിഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കുന്നതിന് വേണ്ടിയാണ്. സോ പ്രൊഫൈൽ പിക്ചറും അതുപോലെ നെയിമും ഇമെയിൽ ഐഡിയും ഉണ്ടായിരിക്കും. സോ അതിന് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് യൂസർ അക്കൗണ്ട് ഡ്രോവർ ഹെഡർ എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ് ആണ്. സോ ഇതിനുള്ളിൽ നമുക്ക് കാണാം ഇവിടെ അക്കൗണ്ട് നെയിം, അതുപോലെ അക്കൗണ്ട് ഇമെയിൽ എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മളിവിടെ അക്കൗണ്ട് നെയിം നമ്മളിവിടെ ടെക്സ്റ്റ്, ഓക്കെ, ടെക്സ്റ്റ് നമ്മളിവിടെ ജോൺ സ്മിത്ത് എന്ന് കൊടുക്കുന്നു, ജോൺ സ്മിത്ത്. അതുപോലെ ഇമെയിലും നമ്മൾ ഇതുപോലൊരു ടെക്സ്റ്റ് വിഡ്ജറ്റ് കൊടുക്കുന്നു. നമ്മൾ ജോൺ സ്മിത്ത് @email.com. സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമ്മൾ നമ്മുടെ ഡ്രോവർ നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഡീഫാൾട്ടായിട്ടുള്ള കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ആയിരിക്കും. സോ അതുപോലെ നമുക്ക് ഈ ഒരു നമ്മുടെ ഡ്രോവറിന് നമുക്ക് കളർ കൊടുക്കണമെങ്കിൽ നമ്മൾ താഴെ വന്നതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ, സോ നമുക്ക് കളേഴ്സ് ഡോട്ട്, നമ്മുടെ തീം ഗ്രീൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ഗ്രീൻ കളർ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്ന് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിൻഡോ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ ഇവിടെ പ്രൊഫൈൽ നെയിമും അതുപോലെ ഇമെയിൽ ഐഡിയും കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ കൊടുക്കാം. സോ അതിൻ്റെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ യൂസർ അക്കൗണ്ട് ഡ്രോവർ ഹെഡറിൻ്റെ ആ ഒരു വിഡ്ജറ്റിൽ തന്നെ അടുത്ത പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുന്നത് കറണ്ട് അക്കൗണ്ട് പിക്ചറാണ്. സോ കറണ്ട് അക്കൗണ്ട് പിക്ചറിൽ നമ്മൾ സർക്കിൾ അവതാർ, നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന സർക്കിൾ അവതാർ വിഡ്ജറ്റാണ് കൊടുക്കുന്നത്. സോ ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ ഇമേജ് കൊടുക്കാം. സോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, അസെറ്റ് ഇമേജ്, ഇതിൽ നമുക്ക് നമ്മുടെ ഇമേജ് ലൊക്കേഷൻ കൊടുക്കാം. സോ നമുക്കിവിടെ ഇമേജസ് എന്ന് പറയുന്ന നമ്മുടെ ഫോൾഡറിൽ ഓൾറെഡി നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ, ബ്രൗസറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമേജസിൽ ഓൾറെഡി കുറച്ച് ഇമേജസ് ഓൾറെഡി ഉണ്ട്. സോ നമുക്കിതിൽ ധോണിയുടെ ഇമേജ് കൊടുക്കാം. ഓക്കെ, സോ നമ്മളിവിടെ ഇമേജസിൽ ധോണി.webp, സോ ഇമേജ് കൊടുക്കുന്നതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി നമുക്ക് വൈറ്റ് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ്, കളേഴ്സ്.വൈറ്റ്. ഓക്കെ, സേവ് ചെയ്യാം. സോ നമുക്കിതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ലഭിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ പ്രൊഫൈൽ പിക്ചർ കൊടുത്തു, നെയിം കൊടുത്തു, അതുപോലെ ഇമെയിൽ ഐ ഡി കൊടുത്തു. സോ ഈ ഒരു ചെറിയ വാണിംഗ് പോകുന്നതിന് നമ്മൾ ജസ്റ്റ് ഇവിടെ കോൺസ്റ്റ് എന്ന് കൊടുത്താൽ മതി. കോൺസ്റ്റ് കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ വാണിംഗ് പോകുന്നതായിരിക്കും. സോ ഇനി നമുക്ക് താഴെ കൊടുക്കേണ്ടത് നാവിഗേഷൻ ഓപ്ഷൻസ് ആണ്. സോ ഉദാഹരണമായി നമുക്ക് പ്രൊഫൈൽ, അതുപോലെ സെറ്റിംഗ്, അതുപോലെ ഡാഷ്ബോർഡ്, സൈൻ ഔട്ട് തുടങ്ങിയൊക്കെ അങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ അതിനും മറ്റൊരു വിഡ്ജറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് യൂസർ അക്കൗണ്ട് ഡ്രോവർ ഹെഡർ എന്ന് പറയുന്ന വിഡ്ജറ്റാണ്.
സോ അതിന് താഴെ വരിക. താഴെ വന്നതിന് ശേഷം നമ്മൾ ലിസ്റ്റ് ടൈൽ, നമ്മൾ നേരത്തെ പഠിച്ചൊരു വിഡ്ജറ്റാണ് ലിസ്റ്റ് ടൈൽ എന്ന് പറയുന്ന വിഡ്ജറ്റ്. സോ ഇതിനുള്ളിൽ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. സോ ടൈറ്റിൽ നമ്മൾ ടെക്സ്റ്റ്, നമ്മൾ പ്രൊഫൈൽ എന്ന് കൊടുക്കുന്നു. പ്രൊഫൈൽ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇവിടെ പ്രൊഫൈൽ എന്ന് ലഭിക്കും. സോ ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. സോ നമ്മളിവിടെ സൈസ് സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ ടെക്സ്റ്റ് സ്റ്റൈലിൽ നമ്മൾ ഫോണ്ട് സൈസ് നമുക്കൊരു 18 കൊടുക്കാം. ഫോണ്ട് സൈസ് 18 കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമുക്ക് കുറച്ച് വലിയ രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് വൈറ്റ് കൊടുക്കാം. സോ നമ്മൾ താഴെ വന്നതിന് ശേഷം ടെക്സ്റ്റ് വിഡ്ജറ്റിന് താഴെ വരിക. വന്നതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് കളർ നമുക്ക് കളേഴ്സ് ഡോട്ട് വൈറ്റ് കൊടുക്കാം. കളേഴ്സ് ഡോട്ട് വൈറ്റ് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈലിന് വൈറ്റ് കളർ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിന് മുമ്പിൽ നമുക്കൊരു ഐക്കൺ കൊടുക്കണമെങ്കിൽ ലിസ്റ്റ് ടൈലിനുള്ളിൽ വന്നതിന് ശേഷം നമ്മൾ ലീഡിംഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ഇവിടെ നമുക്ക് ഐക്കൺ കൊടുക്കാം. ഐക്കണിൽ ഐക്കൺസ് ഡോട്ട് നമുക്ക് പേഴ്സൺ എന്ന് പറയുന്ന ഐക്കൺ കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ഐക്കൺ ലഭിക്കുന്നതായിരിക്കും. സോ ഐക്കണിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഐക്കൺ കളർ കളേഴ്സ് ഡോട്ട് വൈറ്റ്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ലഭിക്കും. സോ ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇത് ക്ലിക്കബിൾ അല്ല. സോ ക്ലിക്കബിൾ ആക്കുന്നതിന് നമ്മൾ താഴെ വരിക. ഓൺ ടാപ്പ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഓൺ ടാപ്പിൽ നമ്മളൊരു സിമ്പിൾ ഒരു empty ഫംഗ്ഷൻ ഇതുപോലെ കൊടുക്കുക. സോ അപ്പോൾ ഇതുപോലെ നമുക്കൊരു എറർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ കൊടുത്ത ഈ കോൺസ്റ്റൻറ്റ് നമുക്ക് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. കോൺസ്റ്റൻറ്റ് ആവശ്യമില്ല. സോ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രവർത്തിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിതുപോലെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്താൽ അത് ഡിസപ്പിയർ ആവും. സോ റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇനി പ്രൊഫൈലിനെ കൂടാതെ മറ്റു കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ തൽക്കാലം ഈ ലിസ്റ്റ് ടൈൽ താഴോട്ടൊരു 3 തവണ കോപ്പി ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയും ഭാഗം താഴോട്ട് കോപ്പി ചെയ്യുന്നു. 1 2 3. സോ നമുക്ക് പ്രൊഫൈൽ, അതുപോലെ നമുക്ക് അടുത്തതായി വേണ്ടത് സെറ്റിംഗ് ആണ്. സെറ്റിംഗ്സ്, അതുപോലെ ഡാഷ്ബോർഡ്, അതുപോലെ നമുക്ക് സൈൻ ഔട്ട് കൂടി കൊടുക്കാം. സൈൻ ഔട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രൊഫൈൽ, സെറ്റിംഗ്, ഡാഷ്ബോർഡ്, സൈൻ ഔട്ട്. ഇതിന് ഓരോന്നിനും നമുക്ക് വ്യത്യസ്ത ഐക്കണുകൾ കൊടുക്കാൻ സാധിക്കും. ഉദാഹരണമായി സെറ്റിങ്ങിൻ്റെ ഐക്കൺ കൂടി നമുക്കിവിടെ കൊടുക്കാം. സോ നമ്മളിവിടെ ഐക്കൺസ് ഡോട്ട് സെറ്റിംഗ്സ് എന്ന് കൊടുത്താൽ മതി. ഐക്കൺസ് ഡോട്ട് സെറ്റിംഗ്സ്. സോ നമുക്ക് ഇഷ്ടമുള്ള ഐക്കൺസ് നമുക്ക് നമ്മുടെ ടൈറ്റിലിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിങ്ങിൻ്റെ ഐക്കൺ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു നാവിഗേഷൻ സ്ക്രീനാണ് ക്രിയേറ്റ് ചെയ്തത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ പേജ് ഓപ്പൺ ആയി വരും. സെറ്റിങ്ങിലാണെങ്കിൽ സെറ്റിംഗ് ഓപ്പൺ ആയി വരും. ഡാഷ്ബോർഡിലാണെങ്കിൽ ഡാഷ്ബോർഡ്, സൈൻ ഔട്ടിലാണെങ്കിൽ സൈൻ ഔട്ട്. സോ അതങ്ങനെ മറ്റൊരു പേജിലോട്ട് എങ്ങനെ പോകാമെന്നൊക്കെ നാവിഗേറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഡ്രോവർ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സൈഡ് വിൻഡോ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നമ്മൾ സാധാരണ ഒരുപാട് ആപ്പിൽ കാണുന്നത് പോലെ തന്നെ അതിൽ ഒരുപാട് നാവിഗേഷൻ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജിലോട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. സോ നമുക്കതുപോലെ അക്കൗണ്ട്, നമുക്ക് ഏത് തരത്തിലുള്ള വിഡ്ജറ്റ് വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. നമ്മൾ നോർമലി കൊടുക്കുന്നത് ഇവിടെ യൂസർ അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻസും മറ്റുമാണ്. സോ ഇത്തരത്തിൽ നമുക്ക് ഡ്രോവർ വിഡ്ജറ്റ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാൻ സാധിക്കും.